ഹായ് നോക്കൂ, അമ്മയും മകൾ കുഞ്ചു ദാ നോക്കിയേ, ഞങ്ങളെ വീട്ടിൽ വന്നു, ചോറ് കഴിച്ചു സന്ധ്യസമയത്ത്. ഇനി എങ്ങോട്ടാണെന്ന് പരിപാടി എന്നറിയോ? അവർ എവിടെയാണോ താമസം അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എടി അമ്മക്കുട്ടി, കുഞ്ചുവിനെ ഇന്ന് ഞങ്ങൾക്ക് തന്നിട്ട് പോടി, നീ പാലും കൊടുത്തിട്ട് പോ. ഇവിടെ ഒരു വലിയ കോമഡി നടക്കാൻ പോവുകയാണ്. നമ്മളുടെ കുട്ടൂസ് ദാ മണത്ത് പാല് പിടിക്കാൻ ചെല്ലുകയാണ്. അമ്മ ഇപ്പോൾ പാല് പിടിയൊക്കെ നിർത്തിച്ചേട്ടോ. എൻ്റെ അമ്മാമ്മയെ എന്നെ അടിക്കല്ലേ, എനിക്ക് വേണ്ട. അങ്ങനെ പാല് പിടിക്കാൻ ചെന്ന് പണി ഇപ്പം കിട്ടുമായിരുന്നു കേട്ടോ, നല്ല അടിയും കിട്ടിപ്പോയേനെ. അങ്ങനെ എന്തായാലും നോക്കാം നമുക്ക്, കുഞ്ചുവിനെ ഞങ്ങൾക്ക് തരുമോ ഇല്ലയോ. ദാ അവർ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. കുഞ്ചുവിനെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ തന്നെ കിട്ടാറില്ല. പകലൊക്കെ ഞങ്ങളടുത്ത് കൊണ്ട് തരത്തില്ല, എവിടെയെങ്കിലും കൊണ്ട് കറങ്ങിയിട്ട് ഇതുപോലെ സന്ധ്യ സമയത്ത് വന്ന് വല്ലതും കഴിച്ചിട്ട് അതേ കണക്കങ്ങ് പോകും കേട്ടോ. അതുപോലെ അതിരാവിലെ കുഞ്ചുവിനെയും കൊണ്ട് വീട്ടിൽ വരികയും ചെയ്യും. കുഞ്ചു രാവിലെ വല്ലതും കഴിച്ചിട്ട് ഇവിടെ ഒരു 10 മണി വരെയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവരങ്ങ് പോകും. എടി അമ്മച്ചിപ്പെണ്ണേ, ഇന്നേക്ക് ഒരു ദിവസം നിർത്ത് ഞങ്ങളെ കൂടെ, ഞങ്ങളൊന്ന് കാണട്ടെ കുഞ്ചുക്കുട്ടിയെ. പകലൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഞങ്ങൾക്ക്. അറിയില്ല കേട്ടോ, ചിലപ്പോൾ നിർത്താൻ ചാൻസ് ഉണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. കുഞ്ചുപ്പെണ്ണാണെങ്കിലും വളരെ ഹാപ്പിയായിട്ട് ചാടി ചാടി നിൽക്കുകയാണ് അമ്മയുടെ കൂടെ പോകാനായിട്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കുഞ്ചുപ്പെണ്ണിനെ കൊണ്ടുവന്നപ്പോഴേ കുഞ്ചുപ്പെണ്ണ് ഇങ്ങനെയൊന്നും അല്ല കളിച്ചുകൊണ്ടിരുന്നത്, വളരെ മൗനമായിരുന്നു 3 ദിവസം. ഇപ്പോഴും അടിപൊളിയായിട്ടുണ്ട് കുഞ്ചുപ്പെണ്ണ്. ഞങ്ങളുടെ നല്ല ഇണക്കമൊക്കെ ഉണ്ട്, പിന്നെ തൊടാനൊക്കെ പറ്റും. ചെറിയൊരു പേടിയുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ അമ്മ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ആ പേടിയൊന്നും മാറ്റി കിട്ടാൻ പറ്റുന്നില്ല. ഇന്ന് ഇവിടെ നിർത്തുകയാണെങ്കിൽ അത് മാറ്റി ഞങ്ങൾ എട്ടുക്കും കുറച്ച്. അങ്ങനെ പോകാൻ റെഡിയായി നിൽക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ് കേട്ടോ. എന്തായാലും നോക്കാം, അമ്മ ഇവിടെ നിർത്താനാണ് കൂടുതലും ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അമ്മ എന്തൊക്കെയോ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ പോകുന്ന റൂട്ട് അല്ലെങ്കിൽ വഴിയായാലും വളരെ കൺട്രോൾ ചെയ്ത് അവർ പോകുള്ളൂ. ആദ്യം ശ്രദ്ധിച്ച് 4 സൈഡൊക്കെ നോക്കി അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോകും. അങ്ങനെ ഒരു നിരീക്ഷണത്തിലാണ് അമ്മ. എന്താണ് നമുക്ക് നോക്കാം. അയ്യോ, കുഞ്ചിപ്പെണ്ണിനെ ഞങ്ങൾക്ക് തന്നിട്ട് പോയേ അമ്മ. നോക്കിയേ, സുന്ദരി ഇന്ന് ഞങ്ങളെ കൂടെയാണ് കേട്ടോ. വളരെ സന്തോഷമായി. ഞങ്ങൾക്ക് നല്ലൊരു വീഡിയോ കൊണ്ടുവരാൻ പറ്റുന്നതേ ഇല്ല, അത് ഇന്ന് നടക്കും കേട്ടോ. നമ്മുടെ 3 പിള്ളേർ ഇവിടെ റെഡിയാണ്. ഇവളെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ അടിച്ചു പൊളിക്കുന്ന കളിയൊക്കെ നമുക്കിന്ന് കാണാൻ പറ്റും. അങ്ങനെ അമ്മ എന്തായാലും ഞങ്ങൾക്ക് തന്നിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ അമ്മയെ കയറി നോക്കുന്നതാണ് കേട്ടോ. ഈ ഭാഗത്തേക്കാണ് അമ്മ ഓടിയത്, അവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇതാ ഇവിടുത്തെ ഒരു മുതലാളിയാണ് ഈ കറങ്ങി വരുന്നത്. കുഞ്ചുവിനെ ഇന്ന് കിട്ടിയ സ്ഥിതിക്ക് കുഞ്ചുവിനെ ആയിരിക്കും കൂടുതൽ ഫോളോ ചെയ്ത് ഞങ്ങളിന്ന് വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്നറിയോ, നാളെയൊന്നും കുഞ്ചുവിനെ കിട്ടൂല. ഇതാ കുഞ്ചുവിന് ഒരു കയറത്തുണ്ട് മാമി കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ചെറിയ അഭ്യാസങ്ങൾ നമുക്ക് ആദ്യം കണ്ടു തുടങ്ങാം. പിന്നെ ഞങ്ങളുടെ പിള്ളേരും കൂടെ വന്നു കഴിഞ്ഞാൽ അറിയാലോ, ആകെ പൂരമായിരിക്കും. എന്തായാലും കുഞ്ചു ഞങ്ങളെ കൂടെയാണ് ഇന്ന് മൊത്തത്തിൽ. കുഞ്ചുവിൻ്റെ കളിയെ കണ്ടോ? കുഞ്ചു നല്ല കളിയൊക്കെയാണ് കേട്ടോ. ഇതാ നോക്കിയേ, കുഞ്ചു കാണിക്കണ വേലകളൊക്കെ കണ്ട. ആഹാ, അടുത്ത ഒരാൾ വന്നിട്ടുണ്ടല്ലോ. കുഞ്ചുപ്പെണ്ണിതൊന്നും അറിയുന്നില്ലല്ലോ. ഇതാ കുട്ടൂസാണ് വന്നിരിക്കുന്നത് കേട്ടോ. അവരായിട്ടൊക്കെ നല്ലോണം കളിക്കും. മായും ഈ കുഞ്ചിയും കൂടെ ചെറിയൊരു ഉടക്കുണ്ട്, അതെന്താണ് സംഭവം എന്നറിയില്ല. അവൻ വന്നിട്ട് അവൻ്റെ പാട്ടിന് പോയി. ഇതാ കുഞ്ചി ഇതാ ഞങ്ങൾക്ക് തൊട്ടടുത്തൊക്കെ ഇതുപോലെ നിൽക്കാനൊക്കെ പറ്റും, ഓടയൊന്നുമില്ല. അങ്ങനെയുള്ള പേടിയൊക്കെ മാറിക്കിട്ടി. അങ്ങനെ കുഞ്ചുവിനെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിർത്താൻ എന്തായാലും കിട്ടൂല. അമ്മ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോഴും പാല് കുടിക്കുന്നതല്ലേ. നമ്മുടെ ഇവിടുത്തെ പിള്ളേരെക്കാളും ഒരു 2 ആഴ്ചയുടെ ഇളയതാണ് ഈ കുഞ്ഞ്. ഞങ്ങളുടെ സുന്ദരിയായ കുഞ്ചിക്കുട്ടിതാ ഒരു തുണ്ട് കയറിൽ ഇവിടെ എന്തെല്ലാം വേല കാണിക്കാൻ അവളെ കൊണ്ട് പറ്റുമോ അതൊക്കെ കാണിക്കുകയാണ്. ആരും ഇതൊന്നും അറിയാത്തതുപോലെയാണ് അവൾ ഈ കിടന്ന് ചാടിക്കളിക്കണത്. അതുപോലെ തന്നെ കുഞ്ചിയുടെ കൂട്ടത്തിൽ 3 പിള്ളേരുണ്ടായിരുന്നു. അതിൽ 2 പിള്ളേർ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് ഈ കുഞ്ചി മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഇവൾ ഇതുപോലെ കളിക്കുന്നത് ഞങ്ങൾ തന്നെ കാണുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പേടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു, നിങ്ങൾ ചെറിയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പേടിയായിരുന്നു അവൾക്ക്. ചെറിയ ഒരു തുണ്ട് കയറ് കിട്ടിയപ്പോഴേ അവളെ പേടിയൊക്കെ പമ്പ കിടന്ന്. നോക്കിയേ, എന്ത് കളിയാണെന്നറിയോ തനിച്ചിരുന്ന്.
കുഞ്ചുവിനോട് കൂട്ടുകൂടാൻ ഞങ്ങളുടെ കുട്ടൂസും കൂടെ കൂടിയിട്ടുണ്ട്. അവർ രണ്ടുപേരും നല്ല ജോഡിയാണ് കേട്ടോ. അടിയും പിടിയും പിണക്കങ്ങളൊന്നും ഉണ്ടാവില്ല. മായുവാണ് ഇവരുടെ മുന്നിലൊരു ചെറിയ വില്ലൻ കഥാപാത്രം. അതുകൊണ്ട് അവനോട് കളിക്കാനും ഈ പൊടി കുഞ്ഞിന് താല്പര്യമൊന്നുമില്ല. ഇവന്മാർ രണ്ടുപേരും നല്ല ജോഡികളാണ്. രണ്ടു വശത്തും രണ്ടുപേരും ഇരുന്നിട്ടേ ഒരു തുണ്ട് കയറിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കളിക്കുന്നത്. കുട്ടൂസ് ആ കയർ വലിച്ചങ്ങെടുത്തു കേട്ടോ. അങ്ങനെ തപ്പി പിടിച്ചൊക്കെ കളിക്കുകയാണ് രണ്ടാളും. നല്ല സ്നേഹമുള്ള കളിയല്ലേ. എന്തായാലും ഇനി അമ്മ വരില്ല, രാവിലെയാണ് ഇനി അമ്മ വരാൻ പോകുന്നത്. നമുക്ക് കാണാം. പുള്ളിക്കാരത്തേക്ക് തനിച്ച് കളിക്കാനേ വളരെ ഇഷ്ടമാണ്. മറ്റേ നമ്മുടെ പിള്ളേർ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പിറന്നോട്ട് മാറും കളിയിൽ. ഇത് ഒറ്റയ്ക്കാണ്ട് ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഏത് രീതിയിലും അവിടെ കിടന്ന് കുത്തിമറിയാം. അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. എത്ര നേരം പോക്കുണ്ടെന്നറിയാം ഞങ്ങൾക്കിപ്പോഴും. അതുപോലെ തന്നെ ഇന്ന് ഒരു ദിവസം കിട്ടിയതാണ് കുഞ്ചുവിനെ. ഇന്നത്തെ കളി കണ്ട് ആസ്വദിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് അമ്മ ഇവിടെ കൊണ്ടുവരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ കളി അതിഗംഭീരമായി കളിച്ച് കാണിക്കുകയാണ് നമ്മുടെ സ്വന്തം കുട്ടിയേട്ടോ. ഞങ്ങളെ കൂടെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു. അമ്മ എന്തായാലും ഇനി 2-3 ആഴ്ചകളെ കഴിഞ്ഞാൽ ഞങ്ങളെ കൂടെ നിർത്തും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാലുകുടിയൊക്കെ നിർത്താറാകും. ഇവിടെ പാലുകുടിയൊക്കെ നിർത്തിയിട്ടുണ്ട്, 2-3 ദിവസമായി. കുഞ്ചുവിൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ലുട്ടും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ലുട്ടും കുഞ്ചുമൊക്കെ വളരെ കമ്പനിയാണ്. അവർ തങ്ങളിൽ തന്നെയാണ് ഇവിടെ മത്സരക്കളി. അങ്ങനെ സന്തോഷമുള്ള കളിയാണ്. അമ്മ പോയതുള്ള ടെൻഷനൊന്നും കുട്ടിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലുട്ടുവിൻ്റെ കാല് ഒരു കണ്ടം പൂച്ച കടിച്ചു. ചില പ്രശ്നങ്ങളുണ്ട്, നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. രാത്രിയിൽ ഇതുപോലെ കളിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു 10-11 മണിയാകും. പിള്ളേരെല്ലാവരും ഞങ്ങൾ വെളിയിൽ കൊണ്ടുപോകും. എന്നിട്ടൊരു 10 മിനിറ്റൊക്കെ അവിടെ നിൽക്കും. ആ സമയം കൊണ്ടാണ് ഈ ലുട്ടു കയറി ഓടിക്കളഞ്ഞത് കേട്ടോ. അവൻ എങ്ങോട്ട് പോയെന്നറിയാൻ പറ്റില്ല. അവനാണ് ഇപ്പോൾ ഈ കുഞ്ചുവിൻ്റെ കൂടെ കളിക്കുന്നത്. എങ്ങോട്ടോ പോയി. ഇവനെ തിരക്കി ഞങ്ങൾ ഒരു മണിവരോളം ഇവിടെ കാത്തിരുന്നു. എന്നിട്ട് വന്നില്ല. അങ്ങനെ രാവിലെ ആയപ്പോഴൊരു 10 മണിയായി കാണും കരഞ്ഞുകൊണ്ട് വരുന്നതാണ് ഞങ്ങൾ കണ്ടത്. നടക്കാൻ വയ്യാതെ ഇതുപോലെ നന്നായിട്ട് ചാടിക്കളിച്ചിരുന്ന ചെറുക്കനാണ് ഇപ്പം ഈ അവസ്ഥ ആയിരിക്കുന്നത്. കാണുമ്പോൾ വളരെ പാവം തന്നെ കേട്ടോ. ഒന്നും കഴിക്കുന്നൊന്നുമില്ല ഇപ്പോഴും. അത്രയ്ക്ക് വേദന കാണും. ഞങ്ങൾ സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇന്നലത്തേക്കാളും കുറച്ച് ഭേദമുണ്ട്. അവൻ്റെ കാലൊക്കെ ചെറുതായിട്ട് ചവിട്ടുന്നുണ്ടവൻ. നമ്മുടെ പിള്ളേരെ ഉപദ്രവിച്ച കണ്ടം പൂച്ചയ്ക്ക് ഞങ്ങളൊരു പണി കൊടുക്കുന്നുണ്ടവന്. അവനെ കാണുന്നില്ല. ഇവിടെ മൊത്തത്തിൽ പൂച്ചകളെ ഓടിച്ചിട്ട് കട്ടിയാണ് അവൻ്റെ ജോലി കേട്ടോ. എല്ലാവരും പല വഴിക്ക് ഓടി മറഞ്ഞാണ് ഇപ്പോഴത്തെ താമസങ്ങളൊക്കെ. ആ വില്ലൻ കഥാപാത്രം ഇവിടെ വന്നിട്ട് ഒരു 4-5 ദിവസമാവും കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഞങ്ങളെ കയ്യിൽ തന്നെ അവനെ കിട്ടും. അവൻ ഈ പഞ്ചായത്ത് വിട്ട് പോകുന്ന രീതിയിലുള്ള മരുന്ന് അവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാല് വയ്യാത്ത ലുട്ടുവാണ് ഈ ഡോർ പിടിച്ച് കളിക്കുന്നത്. അവൻ്റെ കാലിൻ്റെ ബാക്ക് സൈഡിലാണ്. കടിച്ചതാണോ ഇനി അള്ളി പിടിച്ചതാണോ എന്നറിയില്ല. നല്ല പരുക്ക് തന്നെയാണ്. നമ്മുടെ കുഞ്ചുവാണ് ഈ തട്ടിക്കളിക്കുന്നത് കേട്ടോ. ആൾ നല്ല ഹാപ്പിയാണ്. ഇന്നിവിടെ തന്നെയാണല്ലോ. അടിപൊളിയാണ് കേട്ടോ. നല്ല കളിയാണ്. ഒറ്റയ്ക്ക് കിടന്ന് ഞങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ എന്തെല്ലാം വികൃതികൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. എന്ത് ചെയ്യാനാ, അമ്മ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഇവനെ ഒരുപാട് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റാത്തത്. ചാടിക്കളിച്ച് അർമാദിക്കുകയാണ് അവൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. എല്ലാവരും കണ്ടെന്ന് വിശ്വസിച്ചു കൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ. അതെ, വീഡിയോ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് പിള്ളേരുടെ വേലത്തരങ്ങളുമായി ഞങ്ങൾ ഉടനെ ഓടിയെത്തും. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.